ഇതുപോലെ മലയാള സിനിമയിലേക്ക് വരുമ്പോൾ ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയായിരുന്നു ഒരു സിനിമയിലേക്കുള്ള ഒരു തുടക്കം? എങ്ങനെയായിരുന്നു തുടക്കം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും സിനിമയിൽ വരുമെന്ന് ചിന്തിച്ചു അങ്ങനെ സിനിമ ആഗ്രഹിച്ചു നിന്ന ഒരാളല്ല. ഞാൻ ഈ നമ്മൾ 500 രൂപ പരിപാടി കളിച്ച് വന്ന ആ ഒരു ടൈമാണെന്നല്ല. അതിൽ കഴിഞ്ഞിങ്ങനെ ചാനലിൽ കോമഡി ഫെസ്റ്റിവൽ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് കഴിഞ്ഞിട്ട് എൻ്റെ മനസ്സിലുള്ള ഒരേ ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥിരമായിട്ടൊരു ചാനലിൽ ഒരു കോമഡി സീരിയലിൽ കയറണം, ഇച്ചിരി കൂടി പേയ്മെൻറ്റ് കിട്ടണം, അതായിരുന്നു ഏറ്റവും കൂടുതൽ ആഗ്രഹം. പക്ഷെ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 1-2 സിനിമകളിൽ എന്നെ വിളിച്ചായിരുന്നു. അങ്ങനെ ഹൗസ് നമ്പർ 13 എന്ന് പറഞ്ഞൊരു പടത്തിൽ വിളിച്ച് ആ പടത്തിൽ പോയി അഭിനയിച്ച് ഫസ്റ്റ് പടം അതായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ മമ്മാസിൻ്റെ പടമായിരുന്നു. മമ്മാസിൻ്റെ പടത്തിൽ ഒരു 2 കള്ളന്മാരുടെ ക്യാരക്ടറായിരുന്നു. അത് ഞാൻ രാജേഷ് പറവൂരും കൂടി ആയിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട അതെ അതെ, ഞങ്ങളൊരു 10-15 വർഷത്തെ കോമ്പിനേഷനാണ്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യുന്നത് ലിറ്റിൽ സൂപ്പർമാൻ എന്ന് പറഞ്ഞിട്ട് വിനയ് സാറിൻ്റെ പടം. അത് കഴിഞ്ഞിട്ടാണ് വെള്ളിമുങ്ങ ചെയ്യുന്നത്. നാലാമത്തെ പടം ശരിക്കും വെള്ളിമുങ്ങ. ഫസ്റ്റ് പടം അപ്പം പെട്ടിയിലായി. അത് കാരണം അവിടെ അല്ല, അതിപ്പോൾ എന്തായാലും പാവം പ്രൊഡ്യൂസർ എന്തായാലും ഇപ്പം ഇത്ര വർഷമായില്ലേ മറന്നിട്ടുണ്ടാവും. അപ്പം എന്നോട് ആർട്ടിൽ ചെയ്യണവർ പറഞ്ഞ് ടി വിയിൽ പ്രോഗ്രാം ചെയ്യണുണ്ട് അവർക്കൊക്കെ ഇഷ്ടമായിരുന്നു. അപ്പോൾ ആർട്ട് ചെയ്യണവരൊക്കെ കൂടി പറഞ്ഞ് ഇന്ന് സാജു എന്നാ, പാഷാൻ ഷാജി ആയിട്ടില്ല, സാജിച്ചേട്ടാ ഈ പടം പെട്ടിയിലായ ചേട്ടൻ്റെ രക്ഷോട് കിട്ടാന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ അത്. പക്ഷെ അതൊന്നും ഒരിക്കലും ആവാൻ പാടില്ലെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അന്നേരം. ഈ കൗണ്ടറുകൾ കണ്ടിന്യൂസ് ആയിട്ട് പറയുമ്പോൾ ആ ഒരു താളത്തിനനുസരിച്ച് പറയുമ്പോൾ എന്താണ് അതിൻ്റെ ഒരു ടെക്നിക്ക്? എന്താണ് അത്? ടെക്നിക്കൊന്നുമില്ല, അത് എക്സ്പീരിയൻസാണ്. നമ്മൾ ചെയ്ത് ഒരു പാട്ടുകാരനാണെങ്കിൽ ഈ പാട്ടുകാരൻ്റെ ഏത് പാട്ട് പാടിയാലും ജനം ഇഷ്ടപ്പെടും. നമ്മൾ 100 പ്രാവശ്യം കേട്ട പാട്ടാണെങ്കിലും പാടി നമുക്കത് ഇഷ്ടപ്പെടും. അതുപോലെ ചിത്രകാരനാണെങ്കിൽ ഇദ്ദേഹം വരക്കണത് എങ്ങനെ വരച്ചാലും അത് ഇഷ്ടപ്പെടും. നല്ല ക്വാളിറ്റിയുള്ള ചിത്രം ഇഷ്ടപ്പെടും. തമാശ മാത്രം ഒന്ന് പറഞ്ഞാൽ അത് പിന്നീട് പറയാൻ പറ്റില്ല. പറയുമ്പോൾ പുതിയത് പറയണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണം, ഏറ്റവും കൂടുതൽ ഒബ്സർവേഷനാണ്. നമ്മൾ ഈ സ്കിറ്റ് കളിക്കുന്നവരെല്ലാവരും ഞാൻ കളിച്ച സ്കിറ്റിലെല്ലാം എൻ്റെ നാട്ടിൻപുറത്തുള്ള ആൾക്കാരാണ്. അവരൊക്കെ ഞാനൊരു ദിവസം ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഇന്നലെ എനിക്കിട്ടായിരുന്നല്ലേ, കാരണം ഞങ്ങൾ തമ്മിൽ അറിയാൻ പറ്റും. അപ്പം അത് ഈ സാധാരണക്കാരൻ്റെ ഇടയിൽ കൂടുതൽ തമാശകളുണ്ടാവും. കൂടുതൽ തമാശ ഉണ്ടാവും. മരണ വീട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ കംപ്ലീറ്റ് തമാശ ഇരിക്കുള്ളൂ. പക്ഷെ അതൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത തമാശകളാണ്. അപ്പം നമ്മളെപ്പോഴും ഒബ്സർവ് ചെയ്യും. അതുകൊണ്ട് അതുമല്ല, ഈ ഒരു കോമ്പിനേഷൻ ഉണ്ട്. ഇപ്പം ഞാൻ രാജേഷ് പറവൂർ കൊല്ലം സുധി എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളൊരു കോമ്പിനേഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് പറയുന്ന അവർക്കറിയാം. അല്ല, ആദ്യം ഒരു റിഹേഴ്സലോ അല്ലെങ്കിൽ അങ്ങനെ റിഹേഴ്സൽ ഉണ്ടാവും. ആദ്യം നമ്മളൊരു 1 ലൈൻ എഴുതിയിട്ട് റിഹേഴ്സൽ ചെയ്യും. എന്നിട്ട് ആ റിഹേഴ്സൽ ചെയ്തിട്ടാണ് ഏതൊക്കെ ക്യാരക്ടർ ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റും. പിന്നെ അങ്ങനെ റിഹേഴ്സൽ ചെയ്ത് തന്നെയാണ്. സ്ക്രിപ്റ്റഡ് അല്ല, എഴുതി വെക്കണം മാത്രം പറയാനാണെങ്കിൽ അത് നാടകം സിനിമയൊക്കെ എഴുതി വെക്കണം മാത്രം പറയാൻ പറ്റുള്ളൂ. ഈ മെമിക്രി സ്കിറ്റ് കളിക്കുമ്പോൾ എഴുതി വെച്ചേക്കണത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ ഉറച്ചു പോകും. അതൊരു 1 ലൈനാണ്. അത് ഇട്ടിട്ട് അതിൽ നിന്ന് പറഞ്ഞ് നല്ല ഡെവലപ്പ് ചെയ്ത് പോകും. ഈ സ്റ്റേജ് പ്രോഗ്രാമിൽ ഇപ്പം കോമഡി ഫെസ്റ്റിവൽ ആവട്ടെ, അല്ലെങ്കിൽ ഇപ്പം കൊല്ലം സുധി ആവട്ടെ, രാജേഷ് പറവൂർ ആവട്ടെ, ഇവരായിട്ടുള്ളൊരു കോംബോ അത് 10-15 കൊല്ലം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അതെ അതെ, സുധി ഞാനായിട്ട് ഒരു 5 വർഷം ഒന്നിച്ചിട്ടുണ്ടായിരുന്നു. രാജേഷ് പറവൂരായിട്ട് 10 വർഷത്തിൽ മേലായിരുന്നു ഒന്നിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അതാ പറഞ്ഞു, ഞങ്ങൾ ആ ഒരു കോമ്പിനേഷൻ ആയിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് പറയുന്നു അവനൊരു ഊഹമുണ്ട്. ഞാനിത് പറഞ്ഞ അവൻ തിരിച്ച് എന്ത് പറയുന്ന എനിക്കൊരു ഊഹമുണ്ട്. ആദ്യം തന്നെ പ്രിപ്പയർഡ് ആണ്. അല്ല, സ്പോട്ടിൽ പറഞ്ഞാലും സ്പോട്ടിലൊരു സാധനം ഞാൻ പറഞ്ഞാലും അവൻ തിരിച്ചു പറയൂ. അതിനുള്ള സാധനം നമുക്ക് തിരിച്ചു തരും. സുധി ആണെങ്കിലും അങ്ങനെ തന്നെ. അല്ലെങ്കിൽ സുധിയുടെ ഒരു റിയാക്ഷൻ ഉണ്ട്. അത് കണ്ടു കഴിയുമ്പോൾ ഞങ്ങളാലും ചിരിച്ചു പോകും. ഞാൻ തിരിഞ്ഞു പറയുന്നിട്ടുണ്ട് ഇങ്ങനെ. ഒന്നും തിരിച്ചു പറഞ്ഞല്ല, അത് ഇടണ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഭീകരമായിരിക്കും. സുധി ഇടണതൊക്കെ മറ്റേ കട്ടപ്പനയിൽ പറയില്ലേ, ഞാൻ എന്തിനാണ് റിയാക്ഷൻ ഇട്ട് ചെയ്യാവണേ ഞാൻ പോകുമെന്ന് പറഞ്ഞ് പോണ ഒരു സീനൊക്കെ ഉണ്ട് സുധിയുടെ. അതേപോലെ സ്പോട്ടിൽ കുറെ സാധനം ചെയ്യും സുധി.